കുറവിലങ്ങാടിനെ വിശ്വാസസാഗരമാക്കി മാറ്റി യോന പ്രവാചകന്റെ നിനവെ യാത്രയുടെ സ്മരണകളോടത്തി കപ്പൽ പ്രദക്ഷിണം നടന്നു. കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ പ്രസിദ്ധമായ മൂന്നുതോമ തിരുനാളനുബന്ധിച്ച് നടന്ന കപ്പൽ പ്രദക്ഷിണമാണ് വിശ്വാസസാഗരമായി മാറിയത്. കടപ്പൂരുകരക്കാരുടെ വിശ്വാസകരങ്ങളിൽ എന്തിയ കുറവിലങ്ങാട് പള്ളി കപ്പൽ പ്രദക്ഷിണം വേറിട്ട അനുഭവമായി മാറി. അനന്തമായ കടൽ പോലെ വിശ്വാസികൾ അണിനിരുന്നപ്പോൾ അതിൽ ഒഴുകി നീങ്ങുന്ന കപ്പൽ വിശ്വാസ തീവ്രതയുടെ വേറിട്ട കാഴ്ചയായി. കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മാർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ മൂന്നുതോമ തിരുനാളിന്റെ ഭാഗമായുള്ള ചരിത്രപ്രസിദ്ധമായ കപ്പൽ പ്രദക്ഷിണം വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമാണ്. കപ്പൽ പ്രദക്ഷിണത്തിന് മുന്നോടിയായി ആഘോഷമായി തിരുനാൾ കുർബാന നടന്നു. പാലാരൂപത മെത്രാൻ മാർ ജോസഫ് ക്ലറിഞ്ഞാട്ട് കാർമ്മികത്വം വഹിച്ചു. മുത്തിയമ്മയുടെ തിടമ്പേറ്റി ഗജവീരൻ പള്ളിക്കുരിശടിയിൽ കുമ്പിട്ടു. തുടർന്ന് കപ്പൽ പ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ചു. അനുസ്മരിക്കാം. ഒന്നാം തവണ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ ഓടിക്കൊണ്ട് മുത്തിയമ്മയുടെ വലിയ പള്ളിയുടെ തിരുനടയിലേക്ക് ഓടിക്കയറിക്കൊണ്ട് കുമ്പിട്ടിരിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് കുറവിലങ്ങാട് വലിയ പള്ളിയുടെ തിരുമുറ്റത്ത് വീണ്ടും ഒരു ബാബൂസ നിമിഷം സ്ഥിരമായിട്ട് മുന്നിൽ ബാബൂസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണമെന്നാണ് പിതാവിന്റെ അധ്വാനം ശിരസാവഹിച്ചുകൊണ്ട് ബാബൂസ നമസ്കാരം വേണ്ടിയിട്ട് ബാബൂസായുടെ ചിന്തകളിലേക്ക് കപ്പൽ ഓടിക്കയറുകയാണ്. കപ്പലിന്റെ വലിയ പള്ളിയുടെ നടയിലുള്ള മൂന്നാം ഭാഗത്ത് കുരിശിൻതൊട്ടിയിൽ ആടിയുലഞ്ഞ കപ്പലിൽ നിന്നും യോന പ്രവാചകനെ എടുത്തു മാറ്റിയതോടെ കടൽ ശാന്തമായി. യോന പ്രവാചകന്റെ നിനവെ യാത്രയെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കപ്പൽ പ്രദക്ഷിണം. AD 105 തുടങ്ങുന്ന ക്രൈസ്തവ പാരമ്പര്യമുള്ള കുറവിലങ്ങാട്ട് മൂന്നുതോമ്പ് തിരുനാളും കപ്പൽ പ്രദക്ഷിണവും ആരംഭകാലം മുതൽക്കേ തുടങ്ങിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കടൽ യാത്രയിലെ ആപത്തിൽ നിന്നും രക്ഷയ്ക്കായി കടപ്പുറത്ത് സ്വദേശികൾ കുറവിലങ്ങാട് മുത്തിയമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച ഓർമ്മയ്ക്കായുള്ള വഴിപാടായാണ് കുറവിലങ്ങാട് പള്ളിയിലെ തിരുനാളിന് എഴുന്നള്ളിക്കാൻ കപ്പൽ നിർമ്മിച്ചു നൽകിയത്. പഴയകാലത്ത് മൂന്നുതോമ്പ് തിരുനാളിന്റെ പ്രധാന കർമ്മമായിരുന്ന നിനവേക്കാരുടെ യാചന എന്നറിയപ്പെടുന്ന മാർത്തോമ നസ്രാണികളുടെ പാരമ്പര്യമായ ബാബൂസ നമസ്കാരം പുനരാരംഭിച്ചെന്ന പ്രത്യേകതയും ഇത്തവണ മൂന്നുതോമ്പ് തിരുനാളിനുണ്ട്. തിരുനാൾ ആഘോഷങ്ങൾ ബുധനാഴ്ച സമാപിക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, കുറവിലങ്ങാട്.